God is angry with sin and sinners every day. നിങ്ങൾ ഒഫൻഡഡ് ആകരുത്. കാര്യം പറയാം. ഓ, എൻ്റെ പൊന്നുമോന, എൻ്റെ പൊന്നുമോള, അവർ നിങ്ങൾ പറഞ്ഞ നല്ല പിള്ളേരാ. He or she will go to hell if they are not born again. That's the blunt truth. മനസ്സിലാവുന്നുണ്ടോ? ഓ, നല്ല പാട്ടാ, അയ്യോ എന്തോ ഈണത്തിനാ പാടിയത്, അയ്യോ നമുക്കിത് ഉയ്യോയാ. That's a sinner. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ നിഷ്പക്ഷമായി ഈ ജനിച്ച് ഒരു വയസ്സ് 2 വയസ്സ് അത്രയൊന്നും പോകണ്ട, ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യും. ഞാൻ ഒബ്സർവ് ചെയ്തു, എൻ്റെ മക്കളുടെ കുഞ്ഞുങ്ങളെ ഞാൻ ഒബ്സർവ് ചെയ്ത് ഞാൻ അമ്പം വിട്ടുപോയി. അതെന്താണ്? ഈ കൊച്ചു പൊടി പിള്ളേര് കാണിക്കുന്നത് എത്ര കൗശലമുള്ള കാര്യങ്ങളാണ്. ഇതെങ്ങനെയാ? ഇതന്നെ അവർക്ക് ട്യൂഷൻ എടുത്തോ ആരാണ്ട്? ഇല്ല, അവർ പാപികളാണ്. സോ ദേ ടോക്ക്, ബിഹേവ് ലൈക്ക് സിന്നേഴ്സ്. അവരുടെ അകത്ത് a sinful nature ഉണ്ട്. നമ്മൾ യഥാർത്ഥമായി സുവിശേഷം അവരോട് പറഞ്ഞില്ലെങ്കിൽ, പ്രത്യേകിച്ച് പെന്റക്കോസ്റ്റൽ യുവതലമുറ അപകടത്തിലാണ്. നമ്മളൊരു 15-16 വയസ്സാകുമ്പം നമ്മളങ്ങ് രക്ഷിക്കപ്പെടുത്തും, എന്നിട്ട് സ്നാനപ്പെടുത്തും, എന്നിട്ട് വേണേ ഏതെങ്കിലും ഒരു സംഘടനയിൽ എന്തെങ്കിലും ഒരു സ്ഥാനമൊക്കെ കൊടുത്ത് ആ പാവം പിടിച്ച പയ്യൻ വിചാരിക്കുന്നത് that he is really a man of God. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് പറ്റിയ കുഴപ്പം ഇതാണ്. We believed for a while. നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ് എല്ലാം UK പോയി, അവിടെ PR കിട്ടി, അല്ലെ USA പോയി, അല്ലെ ന്യൂസിലൻഡിൽ പോയി, പ്രൈസ് ദി ലോർഡ്. ഇതാണ്, ഇവിടെയാണ് നമുക്ക് പറ്റിയ അബദ്ധം. ദിസ് ഇസ് കോമൺ ഗ്രേസ്. ദൈവം ഇല്ലെന്ന് പറയുന്നവൻ UK വന്ന് PR എടുക്കുന്നില്ലേ? അതോ നിങ്ങൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ? ഓ, ഐ ഗോട്ട് എ ബിഗ് കാർ. ഇവിടെ ദൈവം ഇല്ലെന്ന് പറയുന്നവർ നിങ്ങളെക്കാട്ടി വലിയ കാറല്ലേ പോന്നേ? ആത്യന്തികമായി വാട്ട് ഈസ് ഗോഡ്സ് ബ്ലെസ്സിങ്? അത് ഈ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രൊപ്പീഷിയേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഉള്ളതാണ്. ജസ്റ്റിഫിക്കേഷൻ, ഈ വാക്കുകൾ ഉപയോഗിക്കണമെന്നില്ല. ദീസ് ആർ ഓൾ തിയോളജിക്കൽ ടേംസ്. യു ക്യാൻ സിംപ്ലിഫൈ ഇറ്റ്. എന്നിട്ട് അവരോട് ഇത് പറഞ്ഞു മനസ്സിലാക്കി അവരെ ആത്മരക്ഷയിലേക്ക് നടത്തിയില്ലെങ്കിൽ, I will tell you parents, you are answerable for their blood. ഇത് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കണം.